മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് പാർട്ടിയുടെ നിയന്ത്രണമില്ലെന്ന് കാസർഗോഡ് ജില്ലാ ലീഗിൽ വിമർശനം. മന്ത്രിമാർ ഏജന്റുമാരാൽ നിയന്ത്രിക്കപ്പെടുന്നതായി പരാതിയുണ്ട്. മന്ത്രിമാരുടെ ജില്ലകളിലെ പരിപാടികൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ അറിയുന്നില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിലാണ് വിമർശനമുയർന്നത്. ചുമതലകളേറ്റ ശേഷം വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, തദ്ദേശ മന്ത്രി കെ എം ഷാജി എന്നിവരാണ് ജില്ലയിലെത്തിയത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, കാസർഗോഡ് ജില്ലാ ലീഗ് യോഗത്തിലാണ് ഇങ്ങനൊരു വിമർശനം ഉയർന്നത്. എന്താണ് അങ്ങനെ ഒരു വിമർശനത്തിനിടയാക്കിയത്? എന്തൊക്കെയാണ് അംഗങ്ങൾ പരാതിപ്പെടുന്നത്, വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? ചുമതലകൾ ഏറ്റെടുത്തതിനു ശേഷം 2 ലീഗ് മന്ത്രിമാരാണ് കാസർഗോഡ് ജില്ലയിൽ സന്ദർശനത്തിന് എത്തിയത്. ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനും മറ്റൊന്ന് തദ്ദേശ മന്ത്രി കെ എം ഷാജിയുമാണ്. രണ്ടുപേരുടെയും പരിപാടികൾ ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിഞ്ഞില്ല എന്നതാണ് പ്രധാനമായും പ്രവർത്തക സമിതിയിൽ ഉന്നയിച്ച ആരോപണം. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം നിയോജക മണ്ഡല കമ്മിറ്റിയിലെ ഭാരവാഹികൾ ഈ വിമർശനം വളരെ രൂക്ഷമായി തന്നെ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾക്ക് അത് പരാതിയായി തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മന്ത്രിമാർ ചില ഏജന്റുമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് പാർട്ടിയിലെ ബന്ധപ്പെട്ട നേതാക്കളെ ഈ സന്ദർശന വിവരങ്ങൾ അറിയിക്കുന്നില്ല, സമയത്തിന് അറിയിക്കുന്നില്ല എന്ന പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും മന്ത്രിമാരെ നേതാക്കൾ അറിഞ്ഞാൽ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ എളുപ്പമാണ്. അതോടൊപ്പം വിവിധ ആവശ്യങ്ങൾക്ക് പാർട്ടി നേതാക്കളെ പ്രവർത്തകരും മറ്റുള്ളവരും ബന്ധപ്പെടുന്നുണ്ട്. അവരോട് മന്ത്രി എത്തുന്ന ദിവസവും മന്ത്രിയുടെ പരിപാടികളും പറയാൻ ഈ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. എന്നാൽ മന്ത്രിമാരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ചാളുകൾ, അവർക്ക് മാത്രമേ മന്ത്രിയുടെ ഷെഡ്യൂൾ മനസ്സിലാവുന്നുള്ളൂ. അവർ ആണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ഗസ്റ്റ് ഹൌസ് പോലുള്ള പൊതു സംവിധാനങ്ങളിൽ താമസിക്കുന്നതിന് പകരം നേതാക്കൾ വ്യക്തികളുടെ വീടുകളിൽ താമസിക്കുന്നു എന്നൊരു പരാതിയുമുണ്ട്. അതും ഈ ഏജന്റുമാരാൽ ആണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്ന വിമർശനത്തിനിടെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടുപേരെയും ബന്ധപ്പെട്ട നേതാക്കളെ വിവരം അറിയിക്കുന്നില്ല. 2 ദിവസമാണ് തദ്ദേശ മന്ത്രി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. 2 ദിവസം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടും പ്രവർത്തകർക്കോ മറ്റു നേതാക്കന്മാർക്കോ മന്ത്രിയുടെ പരിപാടി സംബന്ധിച്ച് കൃത്യമായ സമയത്ത് വിവരം അറിയാത്തത് കൊണ്ട് തന്നെ നേരിട്ട് സന്ദർശിക്കുന്നതിനോ നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ഇടത് ഭരണം, 10 വർഷത്തെ ഇടത് ഭരണത്തിന്റെ ഒരു തുടർച്ച എന്ന സ്വഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. മറ്റു മാറ്റങ്ങൾ പ്രകടമാവുന്നില്ല. ഇതിന് കാരണം പാർട്ടിയുടെ ഒരു നിയന്ത്രണം മന്ത്രിമാർക്ക് ഇല്ലാത്തതാണ് എന്നൊരു പരാതിയും ഈ വിമർശനങ്ങൾക്ക് ഉന്നയിക്കുന്നുണ്ട്. ആ രൂപത്തിൽ വലിയ ഒരു പരാതിയാണ് ലീഗ് നേതൃയോഗത്തിൽ ലീഗ് പ്രവർത്തക കൺവെൻഷൻ സമിതിയിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലീഗ് സംസ്ഥാന നേതൃത്വത്തിനും ഈ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് നേതാക്കൾ എന്ന വിവരമാണ്. നേരത്തെ തന്നെ സമാനമായ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്ന് കഴിഞ്ഞിരുന്നു. കാരണം മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പാർട്ടിയുമായി ഏകോപനമില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കാസർഗോഡ് ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലും സമാനമായ വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.